ഈ സ്വാതന്ത്ര്യത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്നേ. എന്തിനാണ് ആളുകൾക്ക് സ്വാതന്ത്ര്യം? ഈ ചൈനയിലേക്ക് നോക്കൂ. ചൈനയിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ ഭരിക്കുന്നത്. നിങ്ങളൊക്കെ അല്ലേ എപ്പോഴും ചൈനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഈ ചൈനയിൽ ഡീപ് സീക്ക് വരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് വരുന്ന ഡീപ് സീക്ക് അമേരിക്കൻ മാർക്കറ്റിനെ തകർക്കുന്നു. നോക്കൂ, ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അമേരിക്കൻ മുതലാളിത്തത്തിന് വലിയൊരു അടിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും കേരളത്തിലെ ചില ഈ ലിബറൽ എക്കണോമിസ്റ്റുകൾ, ലിബറട്ടേറിയൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവരെപ്പോഴും ഈ ഫിലോസഫിക്കൽ സ്വാതന്ത്ര്യം, മനുഷ്യന് സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല. നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ഇങ്ങനെ കുറേ വാദങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഒന്ന് രണ്ടിൽ പോസ്റ്റുകളിലൊക്കെ ചിലരൊക്കെ എന്നെ ടാഗ് ചെയ്യുകയും ചെയ്തു. ആക്ച്വലി ആരാണ് കേരളത്തിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് നടക്കുന്നത്? കേരളത്തിലെല്ലാവരും, കേരളത്തിലെ നല്ല ലോകത്തിൽ 99% ആളുകളും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൺട്രോൾ എന്നും പറഞ്ഞാണ് നടക്കുന്നത്. അത് പലതരത്തിലുള്ള കൺട്രോളാണ്. കുറേ ആൾക്കാർ ഇന്യൂക്വാലിറ്റി അതുകൊണ്ടിൻ്റെ പേരിൽ മറ്റുള്ളവരെ എല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ. വേറെ കുറേ ആൾക്കാർ പരിസ്ഥിതിവാദത്തിൻ്റെ പേരിൽ കൺട്രോൾ റെഗുലേഷൻ, അല്ലാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നിട്ടും ചൈനയിലെ ഡീപ് സീക്കൊക്കെ വന്നപ്പം അതിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്നവരുടെ പ്രശ്നമാണിത്. ഷാലറ്റൻസ്, എക്കണോമിക് ഷാലറ്റൻസ്, അല്ലെ, ഷാലറ്റനായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ എന്നൊക്കെയാണ് ഒരാൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവം? ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ക്യാപിറ്റലിസത്തിന് മേലുള്ള വിജയമാണ്. ഞാൻ തന്നെ എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ ചെയ്ത സമയത്ത് ആദ്യത്തെ പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ 5-10 മിനിറ്റുകൾ മാറ്റി വെച്ചത് ചൈനയെ പറ്റി സംസാരിക്കാനാണ്. അത് ചൈനയിൽ നിന്നൊന്നും ഉണ്ടാവില്ല, ചൈനയിൽ യാതൊരു ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു നടക്കാറുണ്ടല്ലോ. അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്. പകരം ചൈനയുടെ എക്കണോമിക് പ്രോഗ്രസിനെ പറ്റിയിട്ട് പറയാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന മറ്റു ചില കാര്യങ്ങളും കൂടെയുണ്ട്. മാവോയുടെ ഭരണസമയത്ത് എന്തായിരുന്നു അവസ്ഥ, അതിനുശേഷം ചൈന എങ്ങനെ മാറി, ഡെങ് സിയോപിങ്ങിൻ്റെ കാലത്ത് ചൈന അവരുടെ സോഷ്യലിസവും കമ്മ്യൂണിസമൊക്കെ മാറ്റിയതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു, എക്കണോമിക് സോണുകൾ ആരംഭിക്കുന്നു, കൾച്ചറൽ റെവല്യൂഷനിൽ നിന്നുപോയ അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയ അവർ പുനരാരംഭിക്കുന്നു, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും അവർ വിദ്യാർത്ഥികളെ വിടുന്നു, അവരുടെ യൂണിവേഴ്സിറ്റികളും മറ്റ് സ്ഥലങ്ങളുമായി കണക്റ്റഡ് ആകുന്നു, അങ്ങനെ ടെക്നോളജിയുടെ പാതയിൽ പോകുന്നു. അങ്ങനെയാണ് ഒരു ചൈനീസ് എക്കണോമിക് മിറാക്കിൾ സംഭവിക്കുന്നത്. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക, എല്ലാ വസ്തുക്കളുടെയും വില സർക്കാർ നിയന്ത്രിക്കുക, സെൻട്രൽ പ്ലാനിങ് ചെയ്യുക, ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാർക്കറ്റിനെ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോഴാണ് ചൈന വിജയിച്ചത്. ആ വിജയത്തിൻ്റെ മറ്റൊരു പടി കൂടിയാണ് ഡീപ് സീക്കിലൂടെ വരുന്നത്. ഡീപ് സീക്ക് എങ്ങനെയാകും, അത് വിജയിക്കുമോ പരാജയപ്പെടുമോ, അത് കൊമേഴ്ഷ്യലൈസേഷൻ നടത്തുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാകുമോ, അമേരിക്ക തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ വന്ന് കണ്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരു സംഭവം വന്ന ഉടനെ ഇത് കഴിഞ്ഞു, ഇത് എല്ലാം അവർ വിജയിച്ചു എന്നൊന്നും പറയാൻ ഞാൻ റെഡിയല്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഡീപ് സീക്കിനേക്കാളും ചിലപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ മറ്റ് ചില സ്റ്റാർട്ടപ്പുകൾ ഡീപ് സീക്കിനെ തകർത്തേക്കാം. ഈ ഓപ്പൺ എ എന്ന് പറയുന്ന കമ്പനി തന്നെ 2022 വന്നതാണ്. അവർ വന്ന് തന്നെ ഒരു വലിയ ഡിസ്ട്രപ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. നമ്മൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ പറ്റിയിട്ട് എപ്പോഴും പറയാറുണ്ട്. ലോകം വളരെ അതിവേഗം ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ഇന്നോവേഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓപ്പൺ എ പോലെ വളരെ പുതിയൊരു കമ്പനി അവർ വന്ന് ആരെയൊക്കെയാണ് അവർ വെല്ലുവിളിച്ചത്? മൈക്രോസോഫ്റ്റിനെയും ഗൂഗിളിനെയും ആമസോണിനെയും പോലെയൊക്കെയുള്ള വളരെ വലിയ ടെക് ജയൻസിനെയാണ് അവർ വെല്ലുവിളിച്ച് ഒരു ഡിസ്ട്രപ്ഷൻ നടത്തിയത്. അപ്പം ഓപ്പൺ എ ആണ് ലോകം മാറ്റാൻ പോകുന്നു, തൊഴിൽ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം എല്ലാവരും പറയുന്നത് ഓപ്പൺ എ എന്ന് പറയുന്ന ഭീമനെ ഒരു ചൈനീസ് ചെറിയ സ്റ്റാർട്ടപ്പ് തകർത്തു എന്നൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു, അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് വിജയിച്ചതെന്ന് പറഞ്ഞവർ. അല്ലാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര GPU, ഇത്ര ചിപ്പ്, ഇത്ര കമ്പ്യൂട്ടേഷൻ പവർ ഈ കമ്പനിക്ക് അനുവദിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ വിജയമല്ലത്. അങ്ങനെ ചെയ്ത് വിജയിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറയുന്നത് കൊണ്ട്, നോക്കൂ, ഇന്നോവേഷന് അധികം പൈസയൊന്നുമില്ല, ഇന്നോവേഷന് വലിയ ടീമിൻ്റെ ആവശ്യമില്ല, സമയം വേണ്ട എന്നൊക്കെയാണ് ഡീപ് സീക്ക് തെളിയിച്ചെന്ന്. അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ വിജയം. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ പല ആളുകളും വളരെ വലിയ ബിഗ് പ്ലെയേഴ്സിനെ തന്നെ മറിച്ചിടാൻ പറ്റും. അതാണ്
ക്യാപിറ്റലിസത്തിൻ്റെ സോഷ്യൽ മൊബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ആർക്ക് വേണമെങ്കിലും ഇന്നോവേഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരുപാട് പണമോ ഈ എല്ലാവരും പറയുന്ന ഇൻഇക്വാലിറ്റി പറ്റിയിട്ടൊക്കെ പറയാനുണ്ടല്ലോ, പണം മുഴുവൻ വലിയ ജയൻസിൻ്റെ കയ്യിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നോവേഷൻസ് നടക്കില്ല എന്നൊക്കെ ഡീപ് സീക്ക് ചെയ്ത് കാണിച്ചു തന്നില്ലേ. അപ്പം ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങൾ, അപ്പം ടെക്നോളജി എന്ന് പറയുന്ന സംഭവം കാര്യങ്ങളൊക്കെ കഴിവുള്ളവർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം ഗവൺമെൻറ് ചെയ്യണം, എല്ലാം ഗവൺമെൻറ് ചെയ്തേ പറ്റുള്ളൂ. അതിന് പല കാരണങ്ങൾ അവർ പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇൻഇക്വാലിറ്റി പറയും, ഗവൺമെൻറ് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയും, പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ ഗ്രീഡിനെ പറ്റി പറയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുക എന്നുള്ള വ്യവസ്ഥയാണ് കമ്മ്യൂണിസം. അത് മാറി ചൈനയിൽ ഇങ്ങനെ ഒരു 40 വയസ്സുള്ള ഒരു CEO ആണ് ഡീപ് സീക്കിൻ്റെ CEO. അദ്ദേഹം എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് അദ്ദേഹം ഇതിന് വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഡീപ് സീക്കിൻ്റെ പേരൻറ് കമ്പനി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവരൊരു ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഈ അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നോളജീസാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ടെക്നോളജിയാണ്. മെഷീൻ ലേണിങ്ങും അതുപോലെ തന്നെ മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർ അവരുടെ ഈ AI-ക്കും വേണ്ടി മാത്രം അവരൊരു വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ അതിൽ നിന്ന് ഇന്നോവേറ്റ് ചെയ്ത് അവർ പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു. ഇത് എന്തിൻ്റെ വിജയമാണ് ആക്ച്വലി? ഇത് ഏത് സിസ്റ്റത്തിൻ്റെ വിജയമാണ്? ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ വിജയമാണോ, അതോ സെൻട്രൽ പ്ലാനിങ്ങിന് പോലെയുള്ള സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ വിജയമാണോ? അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ട് തീരുമാനിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് വലിയ അടിയായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമേരിക്ക ഇതേപോലെയുള്ള അടികളൊക്കെ പണ്ട് മുതലേ നേരിട്ടിട്ടുണ്ട്. അമേരിക്കയിലെ പോളിസീസിൻ്റെ പ്രശ്നം കാരണവും ചിലപ്പോഴൊക്കെ മറ്റ് രാജ്യങ്ങൾ അവസരങ്ങൾ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ പറ്റിയിട്ട് നേരത്തെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നത്, അമേരിക്കയിലെ ബെൽ ലാബോറട്ടറിയിലാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ജപ്പാൻ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായിട്ട് ഒരു എക്കണോമിക് മിറാക്കിൾ നടത്തിയെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ ഈ AI-യുടെ ഈ NVIDIA ആണെങ്കിലും മറ്റ് ടെക് ജയൻസൊക്കെ അമേരിക്കയിലാണെങ്കിലും ചിലപ്പോൾ ചൈനയായിരിക്കും ഇനി മുന്നിൽ വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ, മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ആ മത്സരത്തിൽ പങ്കെടുക്കുകയും മുന്നിൽ വരികയും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കമ്മ്യൂണിസത്തിൻ്റെ വിജയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതേപോലെ ഇപ്പോൾ ഈ നടക്കുന്ന AI വാർ, ഡേറ്റ വാർ എന്നൊക്കെ പറയുന്നത് പോലെ പണ്ട് നടന്ന ചിപ്പ് വാർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ തുടക്കകാലം. ഇപ്പം അമേരിക്കയിൽ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്സിൻ്റെയൊക്കെ തുടക്കകാലത്ത് വളരെ വേഗത്തിൽ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വളരെ തരത്തിലുള്ള ഇന്നോവേഷൻസ് നടക്കുന്നത്, അത് എഞ്ചിനീയറിങ്ങിലാണെങ്കിലും മാർക്കറ്റിംഗിലാണെങ്കിലും ഒക്കെ. അപ്പം ഈ ചിപ്പിൻ്റെ സൈസ് ഓരോ ദിവസം കുറഞ്ഞു വരുന്നു, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പവർ കൂടി വരുന്നു, അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സോവിയറ്റ് യൂണിയനിലും ഈ തിയററ്റിക്കൽ ഫിസിക്സിനൊന്നും ഒരുപാട് പുറകിലൊന്നും ആയിരുന്നില്ല. അപ്പം അമേരിക്ക സെമി കണ്ടക്ടറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പലരും അഭിപ്രായപ്പെട്ടത് ഏകദേശം ഒരു 3-4 വർഷത്തെ ഗ്യാപ്പേ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഈ സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം അവർ ക്യാച്ചപ്പ് ചെയ്യാം. അപ്പം ആ സമയത്ത് നമുക്കറിയാം ലോകത്ത് സ്പേസ് വാറിൻ്റെ ഒരു സമയം കൂടെയാണ്. അപ്പോൾ സോവിയറ്റ് ആ കാര്യത്തിൽ കുറച്ച് മുമ്പിലാണ്. അപ്പം ഈ സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിലും സോവിയറ്റ് റിപ്പബ്ലിക്ക് ഇവരെ ക്യാച്ചപ്പ് ചെയ്യും എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുക. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് പരസ്പരം സ്റ്റുഡൻസിനെ കൈമാറ്റം ചെയ്യുന്ന പരിപാടികളൊക്കെ, എക്സ്ചേഞ്ച് പ്രോഗ്രാംസൊക്കെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടത്തുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് അമേരിക്കയിലെത്തിയ പല സോവിയറ്റ് സ്റ്റുഡൻസും റഷ്യയുടെ സ്പൈ നെറ്റ്വർക്കിൽപ്പെട്ട ആളുകളായിരുന്നു. അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ മോഷ്ടിക്കാൻ വന്ന പല കമ്മ്യൂണിസ്റ്റ് ഏജൻറ്റുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് പല സെമി കണ്ടക്ടർ ഡിവൈസസും, തുടക്കകാലത്തെ പല സെമി കണ്ടക്ടർ ഡിവൈസസും ഇവർ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു തിയററ്റിക്കൽ ഫിസിക്സിലൊക്കെ റഷ്യ ഒട്ടും പുറകിലായിരുന്നില്ല എന്നൊക്കെ. അപ്പം സോവിയറ്റ് റഷ്യയിലെ പല സയൻറ്റിസ്റ്റുകൾക്കും എൻജിനീയേഴ്സിനും ഒക്കെ അമേരിക്കയിലെ സിലിക്കൺ വാലി പോലെ ഒരു നഗരം സൃഷ്ടിക്കണമെന്നും അവിടെ ഇതേപോലെ ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വളരണം എന്നുമായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് അവർ ക്രുഷ്ചേവിനെ ഈ സാധനങ്ങളൊക്കെ വിളിച്ച് കാണിക്കുന്നു, സെമി കണ്ടക്ടറിനെ പറ്റി പറയുന്നു, സെമി കണ്ടക്ടറിൻ്റെ ഗുണങ്ങളും അതെങ്ങനെ ലോകം മാറ്റിമറിക്കുന്നു എന്നൊക്കെ പറയുന്നു.
ഓക്കെ, അവരെല്ലാം സെറ്റായി മുന്നോട്ട് പോകാനായിട്ട് എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളും ഒക്കെ കാത്തിരുന്ന സമയത്താണ് അമേരിക്കയിൽ നിന്നൊരു ചിപ്പ് കൊണ്ടുവരികയും ഇത് കണ്ടിട്ട് ഇതിൻ്റെ മേധാവി, സെമി കണ്ടക്ടർ ഡിവിഷൻ്റെയൊക്കെ മേധാവി താഴെയുള്ളവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയാണ്. കോപ്പി ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അമേരിക്ക എന്താണോ ചെയ്തത് ആ സെമി കണ്ടക്ടറിനെ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് അത് കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിർദ്ദേശം വന്നപ്പോൾ അത് അവിടുത്തെ എഞ്ചിനീയേഴ്സിനും സയൻറ്റിസ്റ്റിനും ഒക്കെ വളരെ അവർക്കത് അത്ര രസിച്ചില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അമേരിക്കയെ ക്യാച്ചപ്പ് ചെയ്യാം, അതുപോലെ റഷ്യയ്ക്കും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ കോപ്പി ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കോപ്പി ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രാൻസിസ്റ്റർ മോഷ്ടിച്ചുകൊണ്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് കോപ്പി ചെയ്തിട്ട് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മാർക്കറ്റിൽ വിജയിക്കില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞു വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പിൻ്റെ സൈസ് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ചിപ്പ് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് അതേപോലത്തെ ഒരു ചിപ്പ് ഉണ്ടാകുമ്പോഴത്തേക്ക് അമേരിക്കയിലെ മാർക്കറ്റ് ഫോഴ്സസിൻ്റെ വിജയം കാരണം, ചിപ്പിൻ്റെ അവിടുത്തെ കോമ്പറ്റീഷൻ കാരണം പലരും അതിലും കൂടുതൽ ഇന്നോവേഷൻസ്, കൂടുതൽ ഇൻസ്ട്രുമെൻസും ഒക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇവർ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ചിപ്പ് വേറെ രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കോപ്പി ഇറ്റ് എന്നുള്ള ഒറ്റ ഇൻസ്ട്രക്ഷൻ കാരണം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ റഷ്യയ്ക്കൊന്നും ആകാൻ പറ്റാതായിപ്പോയി. റഷ്യ അമേരിക്കയിലെ ലോകം മുഴുവനുള്ള സെമി കണ്ടക്ടർ ചെയിനിലെ ഒരു ചെറിയ ഘടകം മാത്രമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് വരുന്നതെങ്കിൽ, മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ ആ സമയത്ത് കോപ്പി ഇറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു കാലത്ത് അവർക്ക് എല്ലാ തരത്തിലും ഉണ്ടായിരുന്ന ആധിപത്യമാണ്. വളരെ താമസിയാതെ തന്നെ അമേരിക്കയിലെ ഒരു കൺസ്യൂമർ ഉപകരണങ്ങളുടെ ഒരു വിപ്ലവം തന്നെ നടന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന, ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വലിയ വലിയ ഉപകരണങ്ങളും വലിയ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും അവസാനം ആ വലിയ രാജ്യം തകരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ എഐയുടെ കാര്യത്തിലും ഓപ്പൺ എയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയിലെ ടെക് ജയൻസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പം ഇതേപോലെ ഒരു നിർദ്ദേശമാണ് കൊടുക്കുക. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കോപ്പി ചെയ്യുക എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും മുകളിൽ നിന്നുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ ഇതേപോലെയുള്ള ഇന്നോവേഷൻസ് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡീപ് സീക്കിൻ്റെ സിഇഒയെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ ഞാൻ നിനക്ക് ഇത്ര GPUs അമേരിക്കയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്, ഇത്രേ തരുള്ളൂ, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം നീ ഓപ്പൺ എ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊരു നിർദ്ദേശവും കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഭാഗ്യവശാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വഴിയിലല്ല സാമ്പത്തിക കാര്യങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. അപ്പം ഏത് വ്യവസ്ഥയുടെ വിജയമാണ്, എന്തിൻ്റെ വിജയമാണ്, എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് എന്നുള്ള കാര്യം ഈ സോവിയറ്റ് യൂണിയനിലെ സയൻറ്റിസ്റ്റുകളുടെയും അവിടുത്തെ എഞ്ചിനീയേഴ്സിനെ പറ്റിയിട്ടും ആലോചിക്കുക, ചൈനയെ പറ്റിയിട്ട് ആലോചിക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക മനുഷ്യന് സ്വാതന്ത്ര്യം വേണോ വേണ്ടേ എന്നുള്ളത്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴും ചൈനയെ പറ്റി എന്ത് ചോദിക്കുമ്പോഴും ഡീപ് സീക്കിൻ്റെ ഉത്തരത്തിനെ പറ്റിയിട്ടുള്ള കാര്യം. ഡീപ് സീക്ക് ഉത്തരവൊക്കെ എഴുതി തുടങ്ങുമെങ്കിലും അവസാനം ചൈന എന്ന് പറഞ്ഞ വിഷയം വരുമ്പോഴത്തേക്ക് സെൻസർ ചെയ്യുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ചൈനീസ് ഇത് മോഡൽ ബ്രില്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇതൊരു മോഡൽ ബ്രില്യൻസ് ഒന്നുമല്ല. ഇത് ഔട്ട്പുട്ടിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ചെയ്തിരിക്കുന്നത് മാത്രമാണ്. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട്സിനെ ഉത്തരം കൊടുക്കണ്ട എന്ന് നിർദ്ദേശത്തിനനുസരിച്ചിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചൈനീസ് ടെക്കുകൾ ഉണ്ടാക്കിയതാണ്, അല്ലാതെ മോഡലിൻ്റെ ബ്രില്യൻസ് ഒന്നുമല്ല. അപ്പോൾ ഔട്ട്പുട്ടിനെ എന്തൊക്കെ സാധനങ്ങൾ പുറത്തു വിടണം, പുറത്തു വിടണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇതേപോലെയുള്ള ഫിൽറ്റേഴ്സ് മറ്റുള്ള AI ചാറ്റ് ബോട്ട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാരെ പറ്റിയിട്ടോ ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല, എന്തുകൊണ്ട് വൾഗറായിട്ടുള്ള മെസ്സേജസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ അതേ ഉത്തരം തന്നെയാണ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽട്ടർ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. മാവോയെ പറ്റി ചോദിക്കുമ്പം ഉത്തരം പറയാതിരിക്കുകയും മോഡിയെയും ട്രംപിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പം വലിയ ഉത്തരം തരികയൊക്കെ ചെയ്യും. ഞാൻ തന്നെ ഈ അവിടുത്തെ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ട് നേരിട്ട് ചോദിച്ച ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ഏഷ്യയിലെ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് വലിയ ഉത്തരങ്ങളൊക്കെ എഴുതി തുടങ്ങിയതിന് ശേഷം പകുതി എത്തിയപ്പോഴത്തേക്ക് ഉത്തരം നിർത്തി. പകുതി എത്തിയപ്പോൾ ഉത്തരം നിർത്തിയിട്ട് സോറി, നമുക്ക് മാത്സോ ലോജിക്കോ കോഡിങ്ങോ ഒക്കെ സംസാരിക്കാം എന്നൊക്കെ പറയും. കോഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഡീപ് സീക്ക് അടിപൊളിയാണ്. ഞാൻ 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൻസേഴ്സൊക്കെയാണ് കിട്ടിയത്.
ഗൂഗിളിലൊക്കെ ഒരുപാട് പരതിയതിന് ശേഷം. ഞാൻ ChatGPT അത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് കമ്പാരിസൺ പറയുന്നില്ല. പക്ഷേ ഡീപ് സീക്കിൽ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി എന്നുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ചൈനയെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരില്ല. എന്തിന് നമ്മുടെ ഇന്ത്യൻ മാപ്പിനെ പറ്റി, ഇന്ത്യൻ ബൗണ്ടറീസിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അത് ഉത്തരം എഴുതി തുടങ്ങിയും ഹിമാലയം എന്നൊക്കെ പറഞ്ഞ് ഉത്തരം എഴുതി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ആ ഉത്തരത്തിൽ ചൈന വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഫിൽട്ടർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഡീപ് സീക്ക്. അപ്പോൾ ചൈനീസ് ഇന്നോവേഷൻ, ചൈനീസ് ടെക്നോളജി ലോകത്തിന് മുന്നിൽ ചൈനീസ് പൊളിറ്റിക്സിനെ ഒന്നും കൂടെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് കാണുന്നത്. അപ്പം എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് ചൈനയിൽ നിന്ന് ഡേറ്റ പുറത്തു വരുന്നതെന്ന് ആലോചിക്കുക. പല ആൾക്കാരും പറയാറുണ്ട് ചൈനയിൽ കോവിഡിൻ്റെ സമയത്ത് 5000 പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ, അമേരിക്കയിലൊക്കെ എത്ര പേരാണ് മരിച്ചത്, ഇന്ത്യയിൽ എത്ര പേര് മരിച്ചത് കണ്ടില്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആര് പറയുന്ന ഡേറ്റയാണ് ഈ എടുക്കുന്നത്? ചൈനയിലെ കോവിഡ് മരണങ്ങൾ ഒരാൾ റിപ്പോർട്ട് ചെയ്താലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതിന് ഈ ഡീപ് സീക്കിൽ ഉത്തരം പറയുന്നത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ചാറ്റ് ബോട്ടിൻ്റെ ഔട്ട്പുട്ടിൽ എത്രത്തോളം സെൻസറിങ് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട്. ഇപ്പോൾ കോവിഡ് മരണങ്ങൾ കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് ഈ 5000 എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. എന്തായാലും ഞാൻ ആ ഡേറ്റയിൽ വിശ്വസിക്കുന്നില്ല. അത് ചൈനയുടെ എഫിഷ്യൻസി, ചൈന ചിലപ്പം അടിപൊളിയായിരിക്കും ഹെൽത്തിലൊക്കെ, പക്ഷേ ചൈനയെ പോലെ ഒരു വലിയ രാജ്യത്ത്, കോവിഡ് ആദ്യമായി പടർന്ന് പിടിച്ച ഒരു രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നാണല്ലോ പോയത്. ഇത്ര പെട്ടെന്ന് അവർക്ക് മരണങ്ങളൊന്നും ഉണ്ടാകാതെ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമല്ല, ഒരിക്കലും വിശ്വസനീയമല്ല. ഇത്രയും കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത്, അതും ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത്. അപ്പം ആ കാര്യത്തിലൊക്കെ എത്രത്തോളം ആ ഡേറ്റയെ വിശ്വസിക്കാമെന്നുള്ളതും ഈ ഡീപ് സീക്കിൻ്റെ ഉദാഹരണത്തിൽ നിന്നെങ്കിലും പലർക്കും മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റ് ചൈന, സോഷ്യലിസ്റ്റ് ചൈനയെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഈ സമയത്തും നമ്മളുടെ നാട്ടിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പറയുന്നത് വരുന്നത് മാർക്സിസത്തിലേക്കുള്ള വഴിയാണെന്നുള്ളതാണ്. കുറേ നാളുകളായിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമെടുക്കും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ വരുമെന്നൊക്കെ നമ്മളുടെ പാർട്ടി സെക്രട്ടറിക്കൊക്കെ അറിയാം. വരുമെന്നൊക്കെ കുറച്ച് നാൾ മുമ്പേ അവർക്കറിയാം. എപ്പോൾ ചോദിച്ചാലും അവർ പറയും മാർക്സിസത്തിലേക്ക് വരും. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. ഈ ദൈവവിശ്വാസികൾ എന്തും പരലോകവുമായി ബന്ധപ്പെടുത്തുന്നത് പോലെ ഭാവിയിൽ എപ്പോഴും ഇങ്ങനെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. ആക്ച്വലി മാർക്സിന് ഇങ്ങനെയുള്ള വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു 250 വർഷത്തെ 300 വർഷത്തെ കഴിഞ്ഞിട്ടുള്ള കാലമൊന്നുമല്ല മാർക്സ് കാണുന്നത്. മാർക്സ് തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എല്ലാവിധ പ്രൊഡക്ഷൻ ഫോഴ്സസും ആയി കഴിഞ്ഞു. എപ്പോഴാണെന്ന് ആലോചിക്കണേ, 1850-കളിലെ 60-കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 200-250 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ക്യാപിറ്റലിസം എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞു. ഇനിയും തൊഴിലാളികൾ പോകുന്നു, ആ പ്രൊഡക്ഷൻ ഫോഴ്സസ് ഉപയോഗിക്കുന്നു, സോഷ്യലിസം നടപ്പിലാക്കുന്നു. അതിനുശേഷം കമ്മ്യൂണിസം എന്ന് പറഞ്ഞ അവസാനത്തെ പാർട്ടിലേക്ക്, ചരിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് പോകുന്നു എന്നാണ് മാർക്സ് പറഞ്ഞത്. ഇന്നൊരാൾ പറഞ്ഞത് യൂണിവേഴ്സൽ ഇൻകം കൊടുക്കാമെന്ന് എലൻ മസ്ക് പറഞ്ഞില്ലേ, അത് തന്നെയാണ് സോഷ്യലിസം, അതാണ് ആദ്യം നടപ്പിലാകുക, പിന്നെ അതൊന്നും ഇല്ലാതെ കമ്മ്യൂണിസത്തിലേക്ക് വരും. മാർക്സ് പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? അതുപോലെ വേറെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഈ സോഷ്യൽ ആവറേജ് ടൈം ഓൺ ലേബർ വാല്യൂ ഓഫ് തിയറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വന്നു കഴിയുന്നതോടെ ആളുകൾക്കൊന്നും ജോലി ഇല്ലാതാകും. അപ്പം ഗവൺമെൻറ്റിന് യൂണിവേഴ്സൽ ഇൻകം കൊടുക്കുന്നത് സംഭവം മാർക്സിസത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ ഇനിയിപ്പം എന്ത് വന്നാലും, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ലോകത്ത് എന്ത് വന്നാലും അതെല്ലാം മാർക്സിസത്തിൻ്റെ വിജയമാണ്. ഇതേപോലെ കോവിഡ് വന്ന സമയത്ത് മുതലാളിത്തം തകർന്നു, മാർക്സിസത്തിൻ്റെ വിജയം അവർ കുറേ നാൾ ആഘോഷിച്ചാണ്. എക്കണോമിക് റിസഷൻസ് വരുമ്പം, ലോകത്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം അത് മാർക്സിസത്തിൻ്റെ ഒരു സംഭവം അവരോട് കണ്ടെത്തും. അതിനുശേഷം ഭാവിയിലേക്ക് പോകുന്തോറും പതിയെ മാർക്സിസം വരുന്നതിൻ്റെ കഥകൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇതേപോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവരുടെ നരേറ്റീവ്സ്. എന്ത് കാര്യം വന്നാലും ആ നരേറ്റീവ് അവരിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മനുഷ്യനെന്തായാലും പിന്തിരിഞ്ഞ് നടക്കാൻ ഇനി പറ്റില്ല. പുതിയ പുരോഗമനത്തിൻ്റെ പുതിയ പാതകൾ തേടി നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്കതിന് ഇടയിൽ വെച്ച് പല തിരിച്ചടികളും നേരിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അടിസ്ഥാനമായി വേണ്ടത് മനുഷ്യന് സ്വാതന്ത്ര്യമാണ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ അവൻ ചിന്തിച്ചതിന് ശേഷം അവനെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവൻ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവന് ഇഷ്ടമുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവന് സന്തോഷം കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറും ഒരു ഫിലോസഫിക്കൽ ജാർഗൻ മാത്രമല്ല,
ക്രിസ്ത്യാനികൾ ഡിവിനിറ്റിയെ പറ്റിയോ മൊറാലിറ്റിയോ പറയുന്നത് പോലെ വെറുതെ ഇങ്ങനെ എക്കണോമിസ്റ്റുകൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുകയല്ല. അത് മനുഷ്യൻ്റെ പുരോഗതിയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനെപ്പറ്റിയിട്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും.